ഹെൽത്ത് ഈസ് വെൽത്ത്, ഹെൽത്ത് ഈസ് ഹാപ്പിനെസ് എന്നൊക്കെ നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഹെൽത്തി ലിവിങ് ഈസ് എ ചലഞ്ച്. ആരോഗ്യത്തോടെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ, ജീവന ദൈർഘ്യമുള്ള ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ജപ്പാനിലാണ്. അവിടെ 60 വയസ്സിന് മേലെയുള്ള ഏതാണ്ട് 25,000ഓളം ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ജപ്പാനിലെ ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. ദ ന്യൂ എൽഡേഴ്സ് ഗ്രൂപ്പ് എന്നാണ് അതിൻ്റെ പേര്. ദ ന്യൂ എൽഡേഴ്സ് ഗ്രൂപ്പ്. അവരെ പറയുന്നത് 60 വയസ്സിന് മേലെ എങ്ങനെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാം എന്നാണ്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, യു പ്ലീസ് ലിവ് ഇൻ ഡേ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ്. ഓരോ ദിവസവും ജീവിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഒരു ദിവസം ജീവിക്കുക, അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നാളത്തെ കാര്യം നാളെ. ഇന്നൊരു ദിവസം നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കുക, നാളത്തെ കാര്യം നാളെ. ഇതിനാണ് ലിവ് ഇൻ ഡേ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 6 കൂട്ടം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 100 വയസ്സ് വരെ ജീവിക്കാം എന്നാണ് ജപ്പാൻകാർ പറയുന്നത്. 6 കൂട്ടം കാര്യങ്ങൾ ചെയ്യുക. ഈ 6 കൂട്ടം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 100 വയസ്സ് വരെ ജീവിക്കാം എന്നാണ് അവർ പറയുന്നത്. ആമുഖമായി അവർ പറയുന്നത് ഹെൽത്ത് എന്ന് പറയുന്നത് അതിന് 2 ആസ്പെക്ട്സാണ് ഉള്ളത്. ഒന്ന് ബോഡി, മറ്റേത് മൈൻഡാണ്. ബോഡി ആൻഡ് മൈൻഡ്. നമ്മളെപ്പോഴും പറയുന്നത് എ ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി എന്നാണ്. ശരിയാണ്, എ ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി. അപ്പോൾ അവർ പറയുന്നത് ഈ 6 കൂട്ടം കാര്യങ്ങൾ, 3 കൂട്ടം കാര്യങ്ങൾ ശരീരത്തിനും 3 കൂട്ടം കാര്യങ്ങൾ മനസ്സിനും നമ്മൾ നിർവഹിച്ച് കൊടുക്കുക. ശരീരത്തിനുള്ള കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡയറ്റാണ്. പ്രോപ്പർ ഡയറ്റ് കഴിക്കുക, ഓരോരുത്തർക്കും ചേരുന്ന ആഹാരം കഴിക്കുക. നമുക്കറിയാം, ഒരു വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ഇന്ധനം കൊടുത്തുവെങ്കിൽ മാത്രമേ വണ്ടി സുഖമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. എന്ന് പറയുന്നത് നമ്മളൊരു മെഷീനാണ്, ഹ്യൂമൻ മെഷീൻ. മാൻ ഈസ് എ മെഷീൻ. അതുകൊണ്ട് ശരിയായ ഇന്ധനം കൊടുത്തുവെങ്കിൽ മാത്രമേ മനുഷ്യൻ ശരീരം ശരിക്ക് പ്രവർത്തിക്കുള്ളൂ എന്നവർ പറയുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എക്സർസൈസാണ്. അവരതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വ്യായാമം. എക്സർസൈസ് ഈസ് എ മാജിക്. വ്യായാമം കൊണ്ട് തന്നെ മാറുന്ന ഒത്തിരി അസുഖങ്ങളുണ്ടെന്നാണ് അവർ പറയുന്നത്. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ കിട്ടുന്നുവെന്നാണ്. അങ്ങനെ ഓക്സിജൻ കിട്ടുന്നതുകൊണ്ട് എല്ലാ കോശങ്ങളുടെയും ഇൻഫ്ലമേഷൻ മാറിക്കിട്ടും. നമ്മൾ സാധാരണഗതിയിൽ പുറത്ത് കാണാത്ത ഇൻഫ്ലമേഷൻസ് എല്ലാം മാറിക്കിട്ടും. അങ്ങനെ കോശങ്ങൾ ലൈവ്ലിയാകും. അതുകൊണ്ട് എക്സർസൈസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ജപ്പാൻകാർ പറയും, ന്യൂ എൽഡേഴ്സ് ഗ്രൂപ്പ് പറയുന്നു. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എൻഗേജ്മെൻറ്റാണ്. ചുമ്മാ ഇരിക്കരുത്, എന്തെങ്കിലും ജോലി ചെയ്യുക, എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുക. ജപ്പാൻകാർ പറയുന്നൊരു വാക്കുണ്ട്, ഇക്കിഗായി. റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി, എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ശരീരത്തിന് 3 കൂട്ടം കാര്യങ്ങൾ എന്ന് പറയുന്നത് 1 ഡയറ്റാണ്, 2 എക്സർസൈസാണ്, 3 എൻഗേജ്മെൻറ്റാണ്. ഈ 3 കൂട്ടം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. രണ്ടാമതായിട്ട് നമ്മുടെ മനസ്സിനെ നമുക്കെങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ അവർ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൈലൻസ്. എല്ലാ ദിവസവും കുറച്ച് നേരം നിശബ്ദമായിട്ടിരിക്കണം. അങ്ങനെ നിശബ്ദമായിട്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളെപ്പറ്റി തന്നെ കൂടുതൽ അറിയുവാനായിട്ട് കഴിയും. നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ മനസ്സിന് വേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ സൈലൻസ്, നിശബ്ദത എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. നമുക്കറിയാം, ദിസ് ഈസ് എ മാഡ് വേൾഡ്. ശബ്ദ മലിനീകരണം ഒത്തിരിയുള്ളൊരു ലോകമാണിവിടെ. അതുകൊണ്ട് നിശബ്ദത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പേഷ്യൻസാണ്, ക്ഷമ. വെയിറ്റ് ആൻഡ് സീ എന്നൊരു പോളിസി നമ്മൾ അവലംബിക്കുക. എല്ലാ കാര്യത്തിലും പ്ലീസ് വെയിറ്റ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്നു നമുക്ക് കൂടുതൽ സമയം കിട്ടും. ഒരു വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും നമ്മൾ സ്പീഡിൽ പോയാൽ നമ്മൾ മുന്നിലുള്ള കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. നേരെ മറിച്ച് സ്പീഡ് കുറച്ചാണ് പോകുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ സമയം കിട്ടും, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും, ആക്സിഡൻസിനെയൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത ഒരു കാര്യം, മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ, പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ, കണ്ടംപ്ലേഷൻ, മെഡിറ്റേഷൻ. അപ്പം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ
നമ്മൾ ധ്യാനത്തിൽ മുഴുകുക. അങ്ങനെ ധ്യാനത്തിൽ മുഴുകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യും. അങ്ങനെ ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ക്രിയേറ്റീവ് ആവും. ക്രിയേറ്റിവിറ്റി പുറത്ത് കൊണ്ടുവരാനായിട്ട് ഈ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. അങ്ങനെ ഈ 6 കൂട്ടം കാര്യങ്ങൾ ഓർത്തിരിക്കുക. 1 ഡയറ്റ്, 2 എക്സർസൈസ്, 3 എൻഗേജ്മെൻറ്റ്, അടുത്തത് നമ്മളെ സൈലൻസ്, പേഷ്യൻസ്, മെഡിറ്റേഷൻ. ഇങ്ങനെ 6 കൂട്ടം കാര്യങ്ങൾ നമ്മൾ നോക്കിക്കണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 100 വയസ്സ് വരെ ജീവിക്കാൻ സാധിക്കും എന്നാണ് ജപ്പാനിലെ ഈ ന്യൂ എൽഡേഴ്സ് ഗ്രൂപ്പ് പറയുന്നത്. ഇതിൻ്റെ തലവൻ ഡോക്ടർ ഹിനഹോര എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ തലവൻ. അപ്പോൾ അതുകൊണ്ട് ജപ്പാൻകാർ പറയുന്നത് ദീർഘകാലം ജീവിക്കണമെങ്കിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് 60 വയസ്സിന് ശേഷം സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കും. പുതിയ കാഴ്ചപ്പാട് നമുക്ക് കിട്ടും. അതിന് ഈ 6 കൂട്ടം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 100 വയസ്സ് വരെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളത്. നമ്മൾ പണ്ട് പോലെ കേട്ടിട്ടുള്ളൊരു ഇംഗ്ലീഷിലെ വാചകമാണ് വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അപ്പം നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, നമുക്ക് കൂടുതൽ നാൾ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ജീവിത ദൈർഘ്യം നമുക്ക് നേടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് സാധിക്കും എന്നാണ് അവർ പറയുന്നത്. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഹെൽത്തി ലിവിങ് എന്നുള്ള ചലഞ്ചാണ്. ഇറ്റ് ഡസ് നോട്ട് കം ടു യു ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരുന്നില്ല. നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തണം. സോ വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ.